ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഗ്രീൻ പെപ്പർ 2K23. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓണം സ്പെഷ്യൽ ശർക്കരപ്പരട്ടി ആയിട്ടാണ്. അത് സിമ്പിളായിട്ട് നമുക്കുണ്ടാക്കാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ, എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ. ഞാനിപ്പം 6 ഏത്തക്ക എടുത്തിരിക്കുന്നു, പച്ച ഏത്തക്ക. ഈ ഒരു വലിപ്പത്തിനുള്ള 6 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് നല്ല രീതിയിലൊന്ന് തൊലി പൊളിച്ചെടുക്കണേ. അപ്പം അതിന് മുന്നേ ഞാൻ ശർക്കരയൊന്ന് പാനിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് കട്ടകളൊക്കെ മാറ്റി പാനിയാക്കി അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞതാണ്ട് ഈ ഒരു രീതിയിൽ ഞാൻ ശർക്കര എടുത്തിട്ടുണ്ട്. എനിക്ക് കിട്ടിയ ശർക്കര നല്ല കറുത്ത കളർ ശർക്കരയാണ്. ഏത്തക്കയെല്ലാം തേണ്ട ഈ ഒരു രീതിയിൽ തൊലിയെല്ലാം കളഞ്ഞ് നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. കഴുകി നമ്മൾ വെള്ളത്തിലിട്ടേക്കുവാണ്. ഇതിനി നമ്മൾ വെള്ളം മാറ്റി തുടച്ചൊന്നെടുക്കണം. അതിൻ്റെ വെള്ളമെല്ലാം ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് നല്ല തുടച്ച് വൃത്തിയാക്കി എടുക്കണം. എന്നിട്ട് നമ്മളിത് രണ്ടായിട്ട് പിളർന്നിട്ട് കട്ട് ചെയ്ത് അതുകൊണ്ട് ഈ ഒരു വലിപ്പത്തിനാണ് കട്ട് ചെയ്യേണ്ടത്. ഒരുപാട് കട്ടി കുറയ്ക്കാനും പാടില്ല, എന്നാൽ ഒരുപാട് കട്ടി കൂടാനും പാടില്ല. എല്ലാം ഒരേ അളവിന് വേണം കട്ട് ചെയ്യാൻ. വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് ഇത് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാം. പക്ഷേ പണ്ടത്തെ ഒത്തൻറ്റിക് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതായിരിക്കുമേ. അതുപോലെ ഇത് ഓയിലിടുമ്പോൾ നമ്മുടെ കയ്യിലോട്ട് എണ്ണ വീഴാതെ സൂക്ഷിക്കണം കേട്ടോ. കാരണം ഇത് നല്ല കട്ടി ആയതുകൊണ്ട് നമ്മൾ എണ്ണയിലോട്ട് ഇടുമ്പോൾ കുറച്ച് എണ്ണ തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ആദ്യത്തെ ഒരു 10 മിനിറ്റ് നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള 10 മിനിറ്റ് മീഡിയവും, അത് കഴിഞ്ഞ് നമ്മൾ ഇത് എടുക്കുന്ന സമയത്ത് മീഡിയമിന് കുറച്ചുകൂടെ ലോ ആക്കി വേണം വെക്കണം. ആദ്യത്തെ 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കണം. അത് കഴിഞ്ഞ് ആദ്യത്തെ 10 മിനിറ്റ് നമ്മൾ ഒരുപാടിട്ട് മിക്സാക്കി ഇത് പൊട്ടി അതായത് ഉടച്ച് കളയാൻ പാടില്ല. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇത് തന്നെയാണ് നല്ല രീതിയിൽ വിട്ടെല്ലാം മാറി, അതായത് ഒന്നിനൊന്ന് ഒട്ടിയിരിക്കുകയാണെങ്കിൽ അതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് നല്ല രീതിയിൽ ഈ ഒരു രീതിയിലാകും. പിന്നെ ഈ ഒരു സാധനം വറുത്ത് കോരുന്ന സമയത്ത് നമ്മൾ കുറച്ച് പേഷ്യൻസ്, അതായത് കുറച്ച് ക്ഷമ വേണം. അതായത് ഹൈ ഫ്ലെയിമിലിട്ട് ഫുള്ള് നമ്മൾ പെട്ടെന്ന് തന്നെ ക്രിസ്പി ആക്കി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അകം വേവത്തില്ല, പുറം ഭാഗം വന്നിട്ട് വെന്ത് ക്രിസ്പി ആയിട്ട് പോകും. അതുകൊണ്ട് നമ്മൾ കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഭാഗം നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഇത് മൂക്കണം. അതായത് നമ്മൾ കണ്ടിട്ടില്ലേ, നല്ല അകം എല്ലാം കുക്കായിട്ട് നല്ല രീതിയിൽ ഇത് മൂക്കണം. അതുകൊണ്ട് ഈ ഒരു കളറ് ചുവന്ന രീതിയിൽ എടുക്കണം. അപ്പം നമ്മൾ പ്ലേറ്റിലിടുമ്പോൾ നമ്മളൊരു കിലുങ്ങുന്ന സൗണ്ടില്ലേ, ആ ഒരു സൗണ്ട് കേൾക്കണം. അപ്പം ഞാനിത് നല്ല രീതിയിൽ മൂത്തപ്പം ഞാൻ എടുത്തു. അതായത് സെക്കൻഡ് ട്രിപ്പ് ഞാൻ ഇടുന്നു. 2 തവണയായിട്ടാണ് ഞാൻ ഈ 6 ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിങ്ങനെ കുലുക്കുമ്പോൾ ഈ ഒരു സൗണ്ട് ഇതിനകത്ത് കേൾക്കണം. അതായത് നല്ല രീതിയിൽ ഇത് മുരിഞ്ഞിരിക്കണം. ഈ ഒരു കളറും ഇതിനുണ്ടാകണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ എല്ലാം ഒരേ അളവിന് തന്നെ കട്ട് ചെയ്യണം എന്ന്. നമ്മൾ ഇതിൻ്റെ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഞെങ്ങിപ്പോകാൻ പാടില്ല. നല്ല ടൈറ്റായിട്ട് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കണം കേട്ടോ. കാരണം ഈ ഒരു സൗണ്ട് ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ട്രിപ്പ് വേണ്ടതാണ്. സെക്കൻഡ് ട്രിപ്പ് വേണ്ട നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കൂടെ ആകുമ്പോഴത്തേക്ക് കറക്റ്റ് നല്ല പാകത്തിന് ഇത് വെന്ത് വരും. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഒന്നിച്ചിടാം. ഞാനിപ്പോൾ 2 ട്രിപ്പായിട്ട് നമുക്ക് ഒന്നുകൂടെ സിമ്പിൾ 2 ട്രിപ്പായിട്ട് എടുക്കുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് ഇതും അത്യാവശ്യം ഈ ഒരു രീതിയിൽ മൂത്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി മൊത്തം കോരിയെടുക്കാം. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ ഈവനായിട്ട് എല്ലായിടത്തും കുക്കായിട്ടിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിന് വേണം നമ്മൾ അരിഞ്ഞെടുക്കാൻ. ഒരുപാട് കട്ടി കൂടാൻ പാടില്ലതുണ്ട്. പൊട്ടിയപ്പോൾ അകവും നല്ല രീതിയിൽ വെന്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം ഇതും ഒരുപാട് മുരിഞ്ഞിട്ടില്ലെന്നുണ്ടെങ്കിൽ സോഫ്റ്റ് ആയിപ്പോൾ, അതുകൊണ്ടാണ്. അപ്പോൾ ശർക്കര പാനിയിൽ ഞാൻ ലേശം ഉപ്പ് ഇട്ടിട്ട് വീണ്ടും ഒരു നൂൽ പരുവാവുന്ന രീതിയിൽ നല്ല രീതിയിൽ ഇത് തിളപ്പിച്ച് ഒരു നൂൽ പരുവ് ആക്കിയെടുക്കണം. അപ്പോൾ അത് നല്ല രീതിയിൽ ശർക്കര ഒന്ന് കുറുക്കിയെടുക്കണം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ശർക്കര ഒരു ബ്ലാക്ക് കളർ ശർക്കരയാണ്. അതുകൊണ്ട് ശർക്കര വരട്ടിക്ക് ഒരു കളറ് കുറച്ച് ബ്ലാക്ക് ആവും. പിന്നെ നിങ്ങൾ കുറച്ച് വൈറ്റ് ശർക്കരയൊക്കെ എടുക്കുകയാണെങ്കിൽ ശർക്കര വരട്ടിയുടെ കളർ നല്ലൊരു ഗോൾഡൻ കളർ രീതിക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ചുക്കുപൊടി, ഒരു ടീസ്പൂൺ ചുക്കുപൊടി, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/2 ടീസ്പൂൺ നമ്മുടെ ജീരകം. ഇതെല്ലാം ജീരകവും ഏലക്കയും ഒന്ന് ചതച്ചെടുത്തതും ചുക്കുപൊടി നന്നായിട്ട് പൊടിച്ചതുമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകം മുഴുവനായിട്ടും ഇടാം. പിന്നെ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ മൊത്തം ചേർക്കുന്നുണ്ടോയെന്ന് ലാസ്റ്റ് പറയാം. ചിലപ്പോൾ ഞാനിത് പകുതിയെ ചേർക്കത്തുള്ളായിരിക്കും. അപ്പം ഞാൻ ലാസ്റ്റ് പറയാം. ഇപ്പം 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇതും എടുത്ത് വെച്ചിട്ടുണ്ട്. ശർക്കര നല്ല രീതിയിൽ തിളപ്പിച്ച് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി ഒരു നൂൽ പരുവ് ആയിട്ടും വേണം നമ്മൾ ഇതിനകത്ത് ഏത്തക്ക ഇടാൻ വേണ്ടി. അതിന് മുന്നേ ഏത്തക്ക ഇട്ട് കഴിഞ്ഞാൽ ഏത്തക്ക നല്ല സോഫ്റ്റായിട്ട് പോകും. കാരണം ശർക്കരയിലെ വെള്ളവും കൂടെ ആകുമ്പോഴത്തേക്ക് അത് വറ്റി വരുമ്പോഴത്തേക്ക് ഏത്തക്ക പെട്ടെന്ന് സോഫ്റ്റായി പോകും. അതുകൊണ്ടാണ് ഒരു നൂൽ പരുവ് ആയോ നോക്കാൻ വേണ്ടി ഒരു ഡ്രോപ്പ് ശർക്കരയില്ലേ, അത് നമ്മളൊരു കുഞ്ഞു പാത്രത്തിനകത്ത് വെള്ളത്തിനകത്ത് ഇടുമ്പോൾ തന്നെ ഇതുപോലെ ക്രിസ്റ്റലായിട്ട് കിട്ടണം. നല്ല കട്ടിക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ശർക്കര ഒരു നൂൽ പരുവ് ആയെന്നാണ്. അല്ലെങ്കിൽ വെള്ളത്തിലിടുമ്പോൾ ലൂസായി പോയാൽ ശർക്കര ഒരു നൂൽ പരുവ് ആയിട്ടില്ല. അപ്പോൾ ഒരു നൂൽ പരുവ് ആയതുകൊണ്ട് നമ്മൾ ഇതിനകത്തോട്ട് ഏത്തക്ക എടുത്തിടുക. ഏത്തക്ക ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക.
നല്ല രീതിയിൽ അതായത് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം തീ നമ്മൾ കുറച്ച് വെക്കുക. അതായത് മീഡിയത്തിന് കുറച്ചുകൂടെ ലോ ആക്കി വെക്കുക. ഒരുപാട് ലോ ആക്കാൻ പാടില്ല, മീഡിയത്തിന് ലോയ്ക്കും ഇടയിലാക്കി വെക്കുക. നമ്മൾ ഒരുപാട് തീ കൂട്ടിയിട്ടിട്ട് ഈ ശർക്കര വറ്റിക്കുകയാണെന്നുണ്ടെങ്കിൽ ശർക്കരയ്ക്ക് ഒരു കയ്പ്പ് വരും. അതായത് നമ്മുടെ ഈ ശർക്കര ഒന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചെറു തീയിലിട്ട് വേണം നമ്മളിനി കുക്ക് ചെയ്യാൻ. നമ്മളിപ്പോൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ചുക്ക്, ഏലക്ക, ജീരകം, നിങ്ങൾക്ക് ഏലക്ക വേണമെങ്കിൽ ചേർത്താൽ മതി. ചിലർ ഏലക്ക ചേർക്കത്തില്ല, അപ്പം ഞാൻ ഇതിൽ ഏലക്ക ചേർക്കുന്നുണ്ട്. ഇതെല്ലായിടത്തും സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സമയമൊക്കെ നമ്മൾ മീഡിയത്തിന് കുറവായിരിക്കണം. തീ വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് ഇത് കുക്ക് ചെയ്യാൻ പാടില്ല. പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും, ശർക്കര പെട്ടെന്ന് കട്ടയായി പോവുകയും ചെയ്യും. അതുകൊണ്ട് നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കണം. ഫസ്റ്റ് ഞാനിവിടെ 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാര ചേർക്കുന്നതിന് ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പരസ്പരം മുട്ടിപ്പിടിക്കത്തില്ല. പഞ്ചസാര ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാൽ പഞ്ചസാര ചേർക്കുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. ഞാൻ പഞ്ചസാര ചേർക്കാതെ ഉണ്ടാക്കിയപ്പം എനിക്ക് കുറച്ച് ഒട്ടിപ്പിടിക്കുന്ന പോലെ ഫീൽ ചെയ്തു. അപ്പം നിങ്ങളൊന്ന് പഞ്ചസാര ചേർക്കണം. അപ്പം പഞ്ചസാര വേണ്ടാന്നുള്ളവർ സ്കിപ്പ് ചെയ്യുക. സ്കിപ്പ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നമ്മളിത് മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. അപ്പം ഞാൻ വീണ്ടും ഇവിടെ ഒരു ടീസ്പൂൺ നമ്മുടെ ഇത് അരിപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഞാൻ ആദ്യം 1 ടീസ്പൂൺ ചേർത്തതിന് ശേഷം ഞാൻ പിന്നെ 2 ടീസ്പൂൺ അരിപ്പൊടിയും ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി ചേർക്കുമ്പോൾ ഒന്ന് കട്ട പിടിക്കാൻ, അതായത് കട്ടിയാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളിത് പെട്ടെന്ന് അരിപ്പൊടി ചേർത്തതിന് ശേഷം പെട്ടെന്ന് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനിയുള്ള മിക്സിംഗ് ഒക്കെ നമ്മൾ വിട്ടുപോകാതെ തന്നെ കൈ വിട്ടെടുക്കാതെ മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കണം. കണ്ടോ, ഇതിപ്പോൾ ഈ രീതിയിൽ നല്ല സ്റ്റിക്കി ആയിട്ടായിരിക്കുന്നത്. കണ്ടോ, നമ്മളിതിപ്പോൾ മിക്സ് ചെയ്ത് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് ഒരു ബോൾ പോലെ ആയിപ്പോവും. അതുകൊണ്ട് നമ്മൾ ഈ സ്റ്റിക്കി മാറാൻ വേണ്ടിയിട്ട് നമ്മളിത് ഓഫാക്കി, തീ ഓഫാക്കിയതിന് ശേഷം നമ്മൾ 1 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ അങ്ങ് കട്ട പിടിച്ചു പോവും. അല്ലെങ്കിൽ നമ്മൾ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. ഞാനിപ്പോൾ ഈ ഒരു സ്റ്റേജിൽ 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കിഡിലൻ ശർക്കര വരട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് ശർക്കര വരട്ടി. നല്ല ക്രിസ്പി ആയിട്ട്, കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടാണ് നമ്മൾ പാത്രത്തിൽ ഇടുമ്പോൾ ആ ഒരു കിളുങ്ങുന്ന സൗണ്ട് നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. കണ്ടോ, നല്ല കിളുങ്ങുന്ന സൗണ്ട് ഉണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് നമ്മുടെ ശർക്കര വരട്ടി. അതുപോലെ തന്നെ ഇത് കുറേ നാൾ കേടാവാതെ നമുക്ക് പുറത്ത് സൂക്ഷിക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ ഓണത്തിന് അന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കണമെന്നില്ല, അതിന് മുന്നേ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കാം. കേടാവാതെ എത്ര ദിവസം വേണേലും ഇതിരിക്കും. കാരണം അത്രയും നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ക്രിസ്പി ആയിട്ട് എടുത്തില്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കേടാവാൻ ചാൻസ് ഉണ്ട്. കണ്ടോ, രണ്ടായിട്ട് പൊട്ടുമ്പോൾ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ്. ഞാൻ വായിട്ട് കാണിക്കാൻ, അതിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റും. കണ്ടോ, അത്രയും ടേസ്റ്റുള്ള ശർക്കര വരട്ടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഓണം സീരീസിൽ ഇനി ഒരുപാട് കിടിലൻ വീഡിയോ ഉണ്ട്. ഞാൻ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണാൻ മറക്കരുത്.